കതിരൂർ വേറ്റുമലിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷം. പ്രദേശത്തെ ചില വീടുകളിലും പരിസര പ്രദേശങ്ങളിലുമാണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം വ്യാപകമായിട്ടുള്ളത്. ഇതോടെ പ്രദേശവാസികൾ ആശങ്കയിലാണ്. കഴിഞ്ഞ ദിവസം മുതലാണ് പ്രദേശത്ത് ആഫ്രിക്കൻ ഒച്ചുകളെ കണ്ടു തുടങ്ങിയത്. ആദ്യം 1-2 ഒച്ചുകളെയാണ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് നടത്തിയ പരിശോധനയിലാണ് പ്രദേശത്ത് വിവിധ ഭാഗങ്ങളിലായി വലിയ തോതിൽ ഒച്ചുകൾ വ്യാപിച്ചിരിക്കുന്നതായി കണ്ടെത്തിയത്. അതേസമയം ആഫ്രിക്കൻ ഒച്ചുകളെ പ്രദേശത്തെ മറ്റു വീടുകളിലും കണ്ടു തുടങ്ങിയതായി പ്രദേശവാസി PK സിദ്ദിഖ് പറഞ്ഞു. കാണാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 ദിവസമായി. ഇത് ആദ്യം ചുറ്റുഭാഗം 1-2 സാധനങ്ങളാണ് കണ്ടത്. പിന്നെ അതിനെ പൂർണ്ണമായി പരിശോധന നടത്തി കഴിഞ്ഞാൽ വീട് മുഴുവനും, ആ പറമ്പ് മുഴുവൻ ഇതിന് നമ്മുടെ നാട്ടിൽ പണ്ട് അച്ചിൽ എന്ന് വിളിക്കുന്ന സാധനം ഇതിനൊരു വലിയൊരു സാധനം, എന്താ പറയുക, ആഫ്രിക്കൻ ഒച്ച് എന്നതാണ് ഇത് പറയുന്ന പേരില്ലേ. അതൊരു വലിയൊരു സാധനമായിട്ട് ഒരുപാട് വീട്ടിൻ്റെ പരിസരത്ത് തെങ്ങിൻ്റെ മുകളിലും മറ്റേ കല്ലിൻ്റെ മുകളിലായിട്ട് ഒരുപാട് കാണപ്പെട്ടു. അങ്ങനെ അത് കണ്ട ശേഷം നമ്മൾ ഇവിടെ വാർഡ് മെമ്പർ അറിയിക്കുകയും വാർഡ് മെമ്പറും പ്രത്യേകം എടുത്തു പറയേണ്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാർഡ് മെമ്പർ അറിയിക്കുമ്പോഴേക്കും ആ മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങളും മുഴുവൻ ഇന്നലെ പ്രസിഡന്റ് മുതൽ വൈസ് പ്രസിഡന്റും അതുപോലെ മുഴുവൻ മെമ്പേഴ്സ്മാരും ഇവിടെ വീട് വന്ന് സന്ദർശിക്കുകയും അതിന് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇത് ഇങ്ങനെയൊക്കെയാണ്, ഈ ഒച്ച് വളരെ ഒരു ഭീകരമായ സാധനങ്ങളാണ്, കൈകൊണ്ട് തുടരരുത്, വീടുമായി അതുമായി സ്പർശിക്കുന്നവരുടെ ഒരു ആരോഗ്യസ്ഥിതിക്ക് വളരെ ഗുരുതരമായിരിക്കുന്നതൊക്കെ നമ്മൾ വളരെ അധികം അവയർനെസ് ചെയ്തുകൊണ്ടാണ് ഇന്നലെ ഇവിടുന്ന് പിരിഞ്ഞു പോയത്. അതുമാത്രമല്ല, ഇന്നലെ പാതിരാത്രി വരെ ഇവിടുന്ന് പഞ്ചായത്ത് അംഗങ്ങൾ വന്നതുകൊണ്ട് ഇവിടെ മരുന്നെല്ലാം അടിച്ച് കുറേ വൃത്തിയായിട്ടുണ്ട്. എന്നാലും കുറച്ച് ഭാഗങ്ങൾ ഇനി വൃത്തിയാക്കാനുണ്ട്. സംഭവം അറിഞ്ഞ് വാർഡംഗവും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്ഥിതിഗതികൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഒച്ചുകളെ നിയന്ത്രിക്കുന്നതിനായി പ്രദേശത്ത് മരുന്ന് തളിക്കുകയും ചെയ്തു. ഞായറാഴ്ച അർദ്ധരാത്രി വരെ മരുന്ന് പ്രയോഗം നടത്തിയെങ്കിലും ഒച്ചുകളുടെ സാന്നിധ്യം പൂർണ്ണമായും നിയന്ത്രിക്കാനായില്ല. ഇതിനെ തുടർന്ന് തിങ്കളാഴ്ച രാവിലെ മുതൽ വീണ്ടും മരുന്ന് പ്രയോഗം ആരംഭിച്ചു. സംഭവത്തിന്റെ ഗൗരവം ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുണ്ടെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും വാർഡംഗം KP സജിത്ത് പറഞ്ഞു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പഞ്ചായത്തും നാട്ടുകാരും പൊതുപ്രവർത്തകരും ഇതിൻ്റെ ഭാഗമായി ഇതിനെ തുരുത്താൻ വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും ഇതിനെ നമുക്ക് അതിൻ്റെ കൺട്രോളിൽ എത്തിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. ഇത് ബന്ധപ്പെട്ട അധികാരികളിലൊക്കെ ഇതിൻ്റെ വിവരം കൈമാറിയിട്ടുണ്ട്. ഒച്ചുകളുടെ വ്യാപനത്തിനെതിരെ പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് പൊതുപ്രവർത്തകൻ M വിപിൻ പറഞ്ഞു. വാർത്തകളാക്കാനുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഒച്ച്, ആഫ്രിക്കൻ ഒച്ച് ഒരു വീടുകളിൽ ഒന്ന് കണ്ടാൽ നമ്മൾ സാധാ ഒച്ചല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്നും ചെയ്യാതെ ഇട്ടിട്ടാണ് ഇതിങ്ങനെ മുഴുവൻ എല്ലാവരുടെയും പടരാനുള്ള കാരണം ഉണ്ടായത്. അപ്പോൾ ജനങ്ങളൊരു ജാഗ്രത കാണിക്കണം. ആഫ്രിക്കൻ ഒച്ചുകളുടെ വ്യാപനം തടയാൻ ബന്ധപ്പെട്ട അധികൃതർ ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.